ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ ഒരു മാധ്യമപ്രവർത്തകനാണ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു മാധ്യമപ്രവർത്തകനാണ്. എത്രയോ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ, നമ്മൾ ഇന്ന് കാസർഗോഡ് DCCയിൽ കണ്ട അടക്കം ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളെ താങ്കൾ മറുമൊഴിയോടെ നിരീക്ഷിക്കൂ, അല്ലെങ്കിൽ താങ്കളുടേതായ കാഴ്ചപ്പാടിലൊന്ന് നിരീക്ഷിക്കൂ. ജിംസാദെ, ഈ താങ്കളുടെ ചോദ്യങ്ങളും അതിന് പ്രൊഫസർ റോണി കെ ബേബിയുടെ മറുപടിയും ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും കോൺഗ്രസിൽ മാത്രമല്ല UDFിൽ തന്നെ നിരന്തര പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്ന് ദേശാഭിമാനിയോ കൈരളിയോ മാത്രമല്ലല്ലോ പറയുന്നത്. പ്രിന്റ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും സോഷ്യൽ മീഡിയയും ഒരുപോലെ പറയുകയാണല്ലോ ഇക്കാര്യങ്ങളാകെ. പക്ഷേ അത് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് ഒരു നിലപാട് വ്യക്തമാക്കാൻ പറ്റാതെ വരികയും പകരം CPMല് LDFിൽ മൊത്തം പ്രശ്നങ്ങളാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അങ്ങനെ സ്ഥാപിക്കാനായിട്ട് വൃഥാ ശ്രമിക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരണ കക്ഷിയാണല്ലോ LDF, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സ്വാഭാവികമായും പ്രതിപക്ഷത്താണ് UDF എന്ന ഐക്യ ജനാധിപത്യ മുന്നണി. പക്ഷെ നോക്കൂ, ഇത് വരുമ്പോ ഏതാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ, ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്ന എവിടെയാണ്? അധികാരമില്ലാത്ത, അധികാരം നഷ്ടപ്പെട്ട് 10 വർഷമായി അധികാരത്തിന്റെ അരികത്തെത്താൻ കഴിയാത്ത UDFിൽ, കോൺഗ്രസിൽ, മുസ്ലിം ലീഗിൽ ഒക്കെ കൂട്ടയടിയും തമ്മിൽ തല്ലുമാണ്. അതേസമയം 10 വർഷമായി അധികാരത്തിൽ തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഇടയ്ക്ക് ശ്രീ റോണി കെ ബേബി ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ, ചില സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടതില്ല. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ അന്നു തന്നെ പരിഹരിച്ച് പോയിട്ടുമുണ്ട്. അതല്ലേ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് അധികാരമില്ലാത്ത സ്ഥലത്ത് എങ്ങനെയും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കേണ്ട UDF അതിനു പകരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഇന്ന് തമ്മിൽ തല്ലുന്ന ഒരു അനൈക്യ ജനാധിപത്യ മുന്നണിയായിട്ട് എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളതിൽ അടിസ്ഥാനപരമായ ചർച്ചാ വിഷയമാകേണ്ടി വരുന്നത്. അത് നമ്മളുടെ ആരുടെയും കുറ്റമല്ലല്ലോ. ഇത് നമ്മൾ കാണുകയും ജനങ്ങളാകെ ഇത് അനുഭവിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ്, UDF അനുഭാവികളും പ്രവർത്തകരും അണികളും അതുമല്ലാതെ ചുറ്റുമുട്ടുള്ള അനുഭവിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലെമ്പാടും കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ചർച്ചയാവുന്നത്. LDFിനെ സംബന്ധിച്ച് താങ്കൾ പറയുന്നത് ശബരിമലയുടെ കാര്യമാണ് കൈരളി ചർച്ച ചെയ്യാതിരിക്കുന്നത് ബോധപൂർവം. എന്തിന്? എത്രയോ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. SITയുടെ തന്നെ അന്വേഷണം SITയുടെ അല്ലേ? ഈ ഞാൻ പല ചാനലുകളിലും ചോദിച്ചിട്ടും ഈ പാനലിസ്റ്റുകൾ മറുപടി തരാത്തൊരു ചോദ്യം താങ്കളോട് സാന്ദർഭികമായി ചോദിച്ചു പോവുകയാണ്. താങ്കൾ ആ ചോദ്യത്തിലേക്ക് വന്നതുകൊണ്ട്. ഇവിടെ ഈ ദ്വാരപാലക പാളികളിൽ കട്ടുകൊണ്ടുപോയതാണല്ലോ പ്രശ്നം. ഇയാളുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡ് റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ സുമാർ 2 കിലോ സ്വർണം ചതിവിലൂടെ അപഹരിച്ചെടുത്തു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിന്റെ ആദ്യ വാചകം തുടങ്ങുന്നത് തന്നെ. ഒന്ന്. രണ്ടാമത്, താൻ കൊണ്ടുപോയത് ചെമ്പുപാളികളാണെന്നും സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നല്ല, അതങ്ങനെയല്ല തനിക്ക് കിട്ടിയത് എന്നൊരു വാദം ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയും ഉന്നയിച്ചിട്ടില്ല. SITക്ക് അങ്ങനത്തെ ആക്ഷേപവുമില്ല, റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുമില്ല. അപ്പൊ എന്താണ്? കൊണ്ടുപോയ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ തന്നെയാണെന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബന്ധപ്പെട്ടവരെല്ലാം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ SIT അന്വേഷണം നടക്കട്ടെ. ഇതിന്റെ ഭാഗമായിട്ടാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ പറഞ്ഞല്ലോ, പക്ഷേ ഇതിൽ പിടിച്ച മുരാരി, ബൈജു, ഇങ്ങനെ ഓരോരുത്തരെയും എണ്ണി നോക്കിയാൽ ഇപ്പോൾ 6ാമത് ആണല്ലോ പത്മകുമാറിൻ്റെ പേര് വരുന്നത്. ഇതിനു മുമ്പ് പിടിച്ച ഉദ്യോഗസ്ഥരെല്ലാം INTUC നേതാക്കളാണ്, കോൺഗ്രസ് സംഘടനാ നേതാക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കക്ഷി രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. മാത്രമല്ല SIT ആണ് അത് അന്വേഷിക്കുന്നത്. അവർ ആ രീതിക്ക് പോകട്ടെ. നമ്മൾ എല്ലാ ഘട്ടത്തിലും ഇതൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. എന്തിന് ഈ സർക്കാരും ദേവസ്വം ബോർഡുമല്ലേ കോടതിയിൽ ആവശ്യപ്പെട്ടത്, കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വരട്ടെ എന്ന്? അല്ല, അതിനകത്തുള്ള കൗശലം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ജിംസാദെ. ഇത് കൈരളിയുടെ പ്രേക്ഷകരെ ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കൗശലം മാത്രമേ അദ്ദേഹം ഇറക്കിയുള്ളൂ.
പിന്നെ അതാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ തീർച്ചയായും. പറഞ്ഞത് അതല്ല, വസ്തുത അതല്ലല്ലോ. അതെ ഈ അതെ തിരുവനന്തപുരം കാസർഗോഡ് വരെ നിങ്ങൾ തമ്മിൽ തെല്ലുന്നത് എന്തുകൊണ്ട്? അധികാരമില്ലാത്ത നിങ്ങൾ, ആ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന അതാണ് നിങ്ങൾ അതാണ് എന്തുകൊണ്ട് തമ്മിൽ രണ്ട് തെല്ലുന്നു? ടേമായി പുറത്തിരിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? പ്രതിപക്ഷത്ത് പോലും ഐക്യമില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അധികാരം കിട്ടിയിട്ടാണ് എങ്കിൽ ഒരു യുക്തി ഉണ്ടെന്നുള്ളതാണ് ജയചന്ദ്രൻ സാർ ചോദിക്കുന്നത്.